സിനിമയ്ക്കകത്തുനിന്ന് വിവാഹം കഴിച്ചതിൽ നന്ദരീതിയിൽ ജീവിച്ചു പോകുന്ന ചില കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ ആദ്യം വിവാഹമോചനമെന്നും സിനിമയിലെ താരങ്ങൾ തമ്മിൽ അടിച്ചുപിരിഞ്ഞുവെന്നൊക്കെ വാർത്തകൾ ഓർമ്മിച്ചാൽ ഓർമ്മ വരുന്ന പേരുകൾ ദിലീപ്, മഞ്ജു വാര്യരും പിന്നീട് ഉർവശി, മനോജ് കെ ജയനും തന്നെയാണ്. ഉർവശിയും മനോജ് കെ ജയനും തമ്മിൽ വേർപിരിഞ്ഞുവെങ്കിലും ഇവരുടെ ഏകമകൾ കുഞ്ഞാറ്റ അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം നിൽക്കാറുണ്ട്. എന്നാൽ ദിലീപും മഞ്ജു വാര്യരും തമ്മിൽ വേർപിരിഞ്ഞതിന് ശേഷം മീനാക്ഷി മഞ്ജു വാര്യരെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നു. ഉർവശി എത്ര മോശം സ്ത്രീയാണെന്ന് ചിത്രീകരിക്കപ്പെട്ടാലും വിവാഹമോചന സമയത്ത് പോലും മദ്യപിച്ചു വന്നതുകൊണ്ടാണ് പെൺകുട്ടിയെ അമ്മയോടൊപ്പം വിടാത്തതെന്നും കോടതി തീരുമാനിച്ചെങ്കിലും മഞ്ജു വാര്യർ അങ്ങനെയല്ല എന്ന് പ്രേക്ഷകർ പറയുന്നു. ഉർവശിയുടെ അടുത്ത് കുഞ്ഞാറ്റ പോകുന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ സ്നേഹം കുഞ്ഞാറ്റയ്ക്ക് ഉള്ളതുകൊണ്ടാണ്. എന്നാൽ അത് മഞ്ജുവിന് ഇല്ല എന്നും മഞ്ജുവിനോട് മീനാക്ഷിക്കുമില്ല എന്നാണ് ആരാധകർ പറയുന്നത്. മനോജ് കെ ജയൻ നല്ലൊരു അച്ഛനായതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ അമ്മയും വേണമെന്ന് കുഞ്ഞാറ്റയുടെ മനസ്സിലാക്കി കുഞ്ഞാറ്റയെ അമ്മയുടെ അടുത്തേക്ക് വിടുന്നത്. എന്നാൽ ആ മനസ്സ് ദിലീപിനുമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കുടുംബം ഇങ്ങനെ ചന്നം ഭിന്നം ആയിപ്പോയതെന്ന് പറയുന്നു. ഇത്രയും അധികം ഭിന്നമാകാനായി ആ കുടുംബത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ മഞ്ജു മീനാക്ഷിക്ക് വേണ്ടി ഒട്ടും ഫൈറ്റ് ചെയ്തില്ല. മീനാക്ഷി വേണമെന്നോ മീനാക്ഷി തന്നോടൊപ്പം ജീവിക്കണമെന്നോ മഞ്ജു വാര്യർ ആവശ്യപ്പെട്ടില്ല. അതുതന്നെയാണ് എല്ലാവരെയും സംശയത്തിൻ്റെ നിഴലിലേക്ക് എത്തിക്കുന്നത്. കുറച്ചുകൂടി മീനാക്ഷി വളർന്നതിന് ശേഷമാണ് ദിലീപും മഞ്ജു വാര്യരും തമ്മിൽ വേർപിരിഞ്ഞത്. മീനാക്ഷിക്കും അച്ഛനോടൊപ്പം നിൽക്കാനായിരുന്നു താല്പര്യം കൂടുതൽ. അത് കഴിഞ്ഞ് ദിലീപ് കാവ്യ വിവാഹം കഴിക്കാനും കാരണം മീനാക്ഷി തന്നെയാണ്. മീനാക്ഷിയാണ് കാവ്യ വിവാഹം കഴിക്കാനായി ദിലീപിനോട് ആവശ്യപ്പെട്ടതെന്നും ദിലീപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്നു. എന്നാൽ അമ്മയെ വേണ്ടെന്ന് വയ്ക്കാൻ വേണ്ടി മാത്രം മഞ്ജു വാര്യർ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു. കുഞ്ഞാറ്റയെ കണ്ട് പഠിക്കൂ. കുഞ്ഞാറ്റയും മീനാക്ഷി നല്ല അടുപ്പമുള്ള സുഹൃത്തുക്കളല്ലേ? അതുകൊണ്ട് കുഞ്ഞാറ്റയെ കണ്ട് പഠിക്കൂ. കുഞ്ഞാറ്റ എങ്ങനെയാണ് കുഞ്ഞാറ്റയുടെ അമ്മയോടൊപ്പം നിൽക്കുന്നതെന്ന് കണ്ട് പഠിക്കൂ. അതുപോലെ ചെയ്യണമെന്നാണ് നിരവധി പേർ കമൻറ്റുമായി എത്തുന്നത്. ഉർവശി തന്നെ പലപ്പോഴായി മീനാക്ഷിയെ കാണുമ്പോൾ ഇത് ചോദിക്കുമായിരിക്കും. ഉർവശിയും ദിലീപും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. അതുപോലെ തന്നെയാണ് കുഞ്ഞാറ്റയും മീനാക്ഷിയും തമ്മിൽ. കുഞ്ഞാറ്റയും മീനാക്ഷിയും ഒരുമിച്ച് ഉർവശിയും ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെയും ഉർവശി കുഞ്ഞാറ്റയെയും മീനാക്ഷിയും അടുത്ത് വിളിച്ച് സംസാരിക്കാറുമുണ്ട്. മീനാക്ഷിയെ മാറ്റി നിർത്തി സംസാരിക്കുമ്പോഴും ഉർവശി ഇതേ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഉർവശിക്കറിയാം ഒരു അമ്മയുടെ വേദന. മോളെ, നീ എന്തുകൊണ്ടാണ് മഞ്ജുവിൻ്റെ അടുത്തേക്ക് പോകാത്തതെന്ന് ഉറപ്പായും ഉർവശി ചോദിച്ചിട്ടുണ്ടാകും. അത് മീനാക്ഷിക്ക് മറുപടിയും ഉണ്ടായിരിക്കും. ദിലീപ് തന്നെയായിരിക്കണം ഇതിൻ്റെ പ്രധാന കാരണം. ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ കുഞ്ഞാറ്റ പോകുന്നത് പോലെ മീനാക്ഷിയും പോകുമായിരുന്നു. ദിലീപ് വിടാത്തത് കൊണ്ടായിരിക്കാം മീനാക്ഷി പോകാത്തതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ദിലീപ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഒരിക്കലും ഒരാളെ തടുത്തു നിർത്താനാകില്ല എന്നും അവൾക്ക് അമ്മയെ കാണണമെങ്കിൽ അവൾക്ക് കാണണമല്ലോ എന്നാണ് നിരവധി പേർ ആവശ്യപ്പെടുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.